പുരോഹിതൻ പറഞ്ഞതുപോലെ അനിക്ക് 2 വിവാഹം ഉണ്ടാവും. അനി നന്ദുവിനെ കല്യാണം കഴിക്കുകയാണ്. അനാമികയുടെയും വേണുവിന്റെയും രേവതിയുടെയും കള്ളത്തരങ്ങളെല്ലാം അനന്തപുരിയിൽ എല്ലാവരും അറിയുന്നുണ്ട്. അനന്തപുരിയിലെ സ്വത്ത് കിട്ടിയിട്ട് വേണം വേണുവിന്റെ എല്ലാ കടങ്ങളും വീട്ടായെന്നാണ് വേണു കരുതിയത്. എന്നാ മൂർത്തി സാർ തന്നെ വേണുവിന്റെ കള്ളത്തരങ്ങളെല്ലാം എല്ലാവർക്കും മുൻപിലും പൊളിച്ചെടുക്കുകയാണ്. കോടികൾ വരുന്ന ബിസിനസ് തട്ടിപ്പാണ് വേണു ചെയ്തിരിക്കുന്നതെന്ന് മൂർത്തി സാറിന് മനസ്സിലാവുന്നുണ്ട്. തെളിവ് സഹിതം മൂർത്തി സാറിന്റെ ഒരു ഫ്രണ്ടാണ് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത്. വീട്ടില് അനിക്ക് കൊടുത്ത കാറ് പോലും ഇതുപോലെ ഫ്രോഡ് പണി ചെയ്താണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ മൂർത്തി സാർ അറിയുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്താണ് അനന്തപുരിയില്. വേണുവാണെങ്കിൽ എന്തോ വലിയ കാര്യം തീരുമാനിക്കാനാണ്, എന്തായാലും സ്വത്തിന്റെ കാര്യമായിരിക്കും എന്നൊക്കെ ഓർത്ത് ഓടിക്കിതച്ച് വരുന്നുണ്ട്. എന്നാ തെളിവ് സഹിതം എല്ലാ കള്ളത്തരങ്ങളും പൊളിക്കാനാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അങ്ങനെ വേണു വന്ന് ചോദിക്കുന്നുണ്ട്, മൂർത്തി സാർ എന്തിനാ കാണണമെന്നും പറഞ്ഞത്? നിനക്കെന്നും ഞങ്ങളെ പൊട്ടന്മാരാക്കായെന്നോ? നിന്റെ മകൾക്ക് നീ ഒരു കാറ് കൊടുത്തിരുന്നല്ലോ, ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാറാണെന്നും പറഞ്ഞ്. അത് നീ എങ്ങനെ ഉണ്ടാക്കിയതാ പറ. നിനക്ക് ഒരുപാട് ബിസിനസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതൊക്കെ എവിടെ? നിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഇന്നോടെ ഞാൻ പൊളിച്ചു തരാം. കോടികളുടെ ബിസിനസ് നടത്തി നീ പൊളിഞ്ഞു അല്ലേ? എന്നിട്ട് നിന്റെ മകളെ നീ ഇങ്ങോട്ട് അയച്ച് നിന്റെ കടങ്ങൾ വീട്ടാൻ നോക്കുന്നു. പലതവണ ഈ വീട്ടിൽ നിന്ന് സ്വർണങ്ങളും മറ്റു കാര്യങ്ങളും മോഷണം പോകുമ്പോഴും ഇവിടെ എല്ലാവരും സംശയിച്ചിരുന്നത് നയനയായിരുന്നു. എന്നാ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് നിന്റെ മകളാ എല്ലാറ്റിനും കാരണം. മുത്തശ്ശൻ എന്താ പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. മതി അനാമികേ, നീ വെറുതെ നാടകം കളിക്കണ്ട. ഇപ്പൊ ഇറങ്ങണം നിന്റെ അച്ഛന്റെ കൂടെ. നീ ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കരുത്. നിന്റെയും നിന്റെ അച്ഛന്റെയും എല്ലാ കള്ളത്തരങ്ങളും എനിക്കൊന്ന് മനസ്സിലായി. ഇങ്ങനെ ഒരു മരുമകള് അനന്തപുരിയിൽ വേണ്ട. എനിക്കിനി ഇങ്ങനെ ഒരു ഭാര്യയില്ല. നിന്റെ മകളെ വിളിച്ച് ഇപ്പൊ നീ വീട്ടിൽ നിന്ന് ഇറങ്ങണം. മൂർത്തി സാർ എന്താ പറയുന്നേ? എന്റെ മോള് ഇവിടുത്തെ അനിയുടെ ഭാര്യയല്ലേ, അങ്ങനെ ഇറക്കി വിടാനൊക്കെ പറ്റുമോ? ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവളിനി ഈ വീട്ടില് മരുമകളായി തുടരാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ തന്നെ വിളിച്ച് നീ കൊണ്ടുപോക്കോ. അതല്ല, ഇവിടുത്തെ മരുമകളാന്നുള്ള അവകാശം പറഞ്ഞിവിടെ നിന്നാ ഈ മൂർത്തി ആരാണെന്ന് വേണു നീ അറിയും. ഇറങ്ങിക്കോ. അങ്ങനെ നാണം കെടുത്തി വേണുവിനെയും അനാമികയെയും അതുപോലെ രേവതിയെയും അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. മറുത്തൊന്നും പറയാനാവാതെ അവരിറങ്ങി പോവാണ്. എന്നാ ജാനകിക്കും ദേവയാനിക്കും ഇക്കാര്യങ്ങളെല്ലാം മുന്നേ അറിയാം. മുത്തശ്ശന്റെ അടുത്ത് എങ്ങനെ പറയൂ എന്ന് വിചാരിച്ച് മാത്രമാണ് അവരതൊന്നും തുറന്നു പറയാത്തത്. അനിയുടെ ജീവിതം നശിച്ചു എന്ന് ഓർത്ത് ഒരുപാട് സങ്കടത്തിലായിരിക്കും ദേവയാനിയും ജാനകിയും. കാരണം അനിയുടെ ഇഷ്ടം നോക്കാതെ കണ്ടുപിടിച്ചതാണ് അനാമികയെ. അനാമികമായിട്ടുള്ള കല്യാണം നിർബന്ധിച്ചാണ് നടത്തിയത്. എല്ലാവർക്കും അറിയുന്നതാണ്. അന്നും അനിക്കിഷ്ടം നന്ദുവിനെ തന്നെയായിരുന്നു. ഇപ്പോഴും അനിക്ക് നന്ദുവിനെ ഇഷ്ടമാണെന്ന് ജാനകിയും ദേവയാനിയും തിരിച്ചറിയാണ്. ഇനി തനിക്കൊരു അബദ്ധം പറ്റരുതെന്ന് കരുതി അച്ഛൻ്റെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും പറയാണ്. മുത്തശ്ശൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, നീ കണ്ടെത്തിയ മരുമകളല്ലേ? നിങ്ങളൊക്കെ കാരണം എൻ്റെ അനിയുടെ ജീവിതം നശിച്ചില്ലേ? അന്നേ അവൻ പറഞ്ഞതാ അവൻ ഈ കല്യാണത്തിനോട് താല്പര്യമില്ലാന്ന്. നിങ്ങൾ എല്ലാവരും ചേർന്ന് നിർബന്ധിച്ചാ ഇതിന് മുൻകൈ എടുത്തത്. അതിൽ ഞാനും ഉൾപ്പെട്ടു. ഇനിയിപ്പോ അവൾക്ക് വേണ്ടി ന്യായീകരിക്കാനാണോ നിങ്ങൾ രണ്ടെണ്ണം വന്നിരിക്കുന്നേ? അല്ല അച്ഛാ, അല്ല, ഞങ്ങൾക്ക് ഇക്കാര്യം മുന്നേ അറിയായിരുന്നു. മുന്നേ അറിഞ്ഞിട്ടാണോ നീ ഒന്നും എൻ്റെ അടുത്ത് പറയാതിരുന്നേ? നീ ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ ദേവയാനി? നീ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? അങ്ങനെ ദേവയാനി പറയുന്നുണ്ട്, അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തില് ഞങ്ങളെല്ലാവരും നല്ല ശ്രദ്ധയിലാണെന്ന് അച്ഛൻ അറിയാലോ. അതുകൊണ്ട് ഇത്രയും വലിയൊരു കാര്യം അച്ഛൻ്റെ അടുത്ത് എങ്ങനെ പറയാന്ന് കരുതിയിട്ടാ ഞങ്ങൾ പറയാതിരുന്നത്. ഇപ്പൊ ഞാനെല്ലാം അറിഞ്ഞില്ലേ? ഇനി അനിയുടെ ഭാര്യയല്ല അനാമിക. ഇനി അങ്ങനൊരു ബന്ധം ഈ കുടുംബത്തിൽ വേണ്ട. അത് പറയാൻ തന്നെയാ ആച്ചാ ഞങ്ങൾ വന്നത്. എനിക്കിഷ്ടം നയനയുടെ അനിയത്തി നന്ദുവിനെയാ. ഇപ്പോഴും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. അപ്പോ എനിക്ക് പണ്ടേ നന്ദുവിനെ ഇഷ്ടമായിരുന്നു. ഇതൊക്കെ അറിഞ്ഞു വെച്ചാണോ നിങ്ങൾ ഈ കല്യാണം നടത്തിയത്? അത് പിന്നെ അച്ഛാ, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി. എന്നാ അത് തിരുത്താനുള്ള ഒരവസരമായിപ്പോ. അവന്റെ ജീവിതം ഇനിയെങ്കിലും നല്ല പോലെ മുന്നോട്ട് പോകണം. അവനിഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കൂടെ തന്നെ അവൻ ജീവിക്കട്ടെ. അതല്ലേ അച്ഛൻ നല്ലത്? ഇനി വാശിയും വൈരാഗ്യമൊക്കെ മനസ്സിൽ വെച്ചിരുന്ന അനിയുടെ ജീവിതം എന്താവുമെന്ന് ഓർത്ത് ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് അച്ഛാ. അച്ഛനെന്തായാലും ഇക്കാര്യം നയനയുടെ വീട്ടിലൊന്ന് സംസാരിക്കോ? ഈ കാര്യം പറഞ്ഞ് നന്ദുവിനെയും അവരുടെ വീട്ടുകാരെയും ഞാൻ ഒരുപാട് നാണം കെടുത്തിയിട്ടുണ്ട്. എല്ലാറ്റിനും ഞാൻ അവരോട് മാപ്പ് പറയാം. അച്ഛനൊന്ന് സംസാരിക്കോ എന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്. അനിയുടെ അടുത്ത് ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അനിക്കും നന്ദുവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന് മുത്തശ്ശന് മനസ്സിലാവുന്നുണ്ട്.
അങ്ങനെ രണ്ടുപേരുടെയും കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം രണ്ടു വീട്ടിലും പറഞ്ഞ് സംസാരിച്ച് കല്യാണത്തിന്റെ ഡേറ്റ് വരെ തീരുമാനിക്കുകയാണ്. അമ്പലത്തിൽ വെച്ച് താലി കെട്ടി കൊണ്ടുവരാ, അത്ര മാത്രമേ ഉള്ളൂ. എന്നാ ഇതറിഞ്ഞ് അനാമിക നല്ല ദേഷ്യത്തിലായിരിക്കും. നിയമപരമായി നോക്കുമ്പോ ഞാനും അനിയും ഇപ്പോഴും ബന്ധം പിരിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ എനിക്ക് വേറെ കല്യാണം കഴിക്കാൻ പറ്റുക? ഹനിയെ ഞാന് അവളുടെ കൂടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് അനാമിക ദൃഢപ്രതിജ്ഞ എടുക്കുന്നുണ്ട്.